നടൻ സിദ്ദീഖിന് തിരിച്ചടി. സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് കോടതി. ഇതിൻ്റെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് കോടതിയുടെ വിധി, കോടതിയുടെ ഉത്തരവ്? അതായത് കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടില്ല. പക്ഷേ സിദ്ദീഖിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഹർജി തള്ളിയിരിക്കുന്നു. അതായത് സിദ്ദീഖിന് മുൻകൂർ ജാമ്യമില്ല എന്നുള്ളതാണ്. കോടതി സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അന്വേഷണ സംഘത്തിന് സിദ്ദീഖിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. തിരുവനന്തപുരം സ്വദേശിനിയായ യുവനടി നൽകിയ പരാതിയിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു സിദ്ദീഖിനെതിരായ പരാതി. അത് ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്തിയിരുന്നത്. IPC 376 ബലാത്സംഗം, 506 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സിദ്ദീഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നത്. അതിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സിദ്ദീഖിൻ്റെ വാദം തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വ്യാജമാണ്, ഈ നടിയുടെ പരാതിയിൽ കഴമ്പില്ല, നടി പല ഘട്ടത്തിൽ പലതരത്തിൽ മാറ്റി പറഞ്ഞയാളാണ്, അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസയോഗ്യമായൊരു പരാതിയല്ല, താൻ ഇതിൽ കുറ്റവാളിയല്ല, തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം, ഇതായിരുന്നു സിദ്ദീഖിൻ്റെ പ്രയർ. പക്ഷേ അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാദം കേട്ടിരുന്നു. പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു. സ്വാഭാവികമായും ശക്തമായ എതിർപ്പ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് അന്വേഷണം പുരോഗമിക്കുകയാണ്, ഇപ്പോൾ സിദ്ദീഖിന് ജാമ്യം കൊടുത്താൽ അത് പ്രതിസന്ധിയാണ്. മാത്രമല്ല സിദ്ദീഖിനെതിരെ ചില തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. പ്രോസിക്യൂഷൻ്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. സിദ്ദീഖിന് ജാമ്യമില്ല. ഇതിൽ സിദ്ദീഖ് വലിയൊരു ക്രൈസിസിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമുക്കറിയാം പല യുവനടികളും പല പരാതികളും പല നടീനടന്മാർക്കും മറ്റും ഉള്ളവർക്കെതിരെയൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൽ പലതും കേസെടുത്തിരുന്നു. അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും കുറേ നടന്മാർ, പ്രൊഡക്ഷൻ കൺട്രോളർമാർ, മറ്റ് സ്റ്റാഫുകൾ, കൊച്ചിയിൽ കോൺഗ്രസ് നേതാവായ ഒരു അഭിഭാഷകൻ, അങ്ങനെ കുറേ ആളുകൾക്കെതിരെ പലർ പരാതി ഉന്നയിച്ചിരുന്നു. അതെല്ലാം ഭൂരിഭാഗവും കേസായി വരികയും ഇതിനകം തന്നെ 25ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എല്ലാ കേസുകളിലും തന്നെ ഒന്നുകിൽ സെഷൻസ് കോടതികൾ അല്ലെങ്കിൽ ഹൈക്കോടതികൾ മുൻകൂർ ജാമ്യം കൊടുത്ത് അന്വേഷണം തുടരട്ടെ, നോട്ട് ടു അറസ്റ്റ് പറഞ്ഞ് അന്വേഷണം തുടരട്ടെ എന്ന് പറയുകയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കേസിൽ മാത്രം നിർണായകമായൊരു തീരുമാനം ജസ്റ്റിസ് CS ഡയസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു. അതിനർത്ഥം സിദ്ദീഖ് കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. സിദ്ദീഖിനെതിരെ തെളിവുണ്ട് എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോടും അല്ലാതെയും കോടതിയിലും ഒക്കെ വ്യക്തമാക്കിയിരുന്നത്. അതായത് ഈ സംഭവ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദീഖ് എത്തിയിരുന്നോ, ആ ദിവസം ഈ ആരോപണം ഉന്നയിച്ച നടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ, അങ്ങനെ 2-3 കാര്യങ്ങളാണ് അന്വേഷണ സംഘം സ്വാഭാവികമായി പരിശോധിച്ചത്. അതിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു, സിദ്ദീഖ് ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് രജിസ്റ്ററിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച നടി അവിടെ സന്ദർശക രജിസ്റ്ററിൽ പേര് എഴുതി ഒപ്പിട്ടിട്ടുണ്ട് എന്ന് മൊഴി നൽകിയിരുന്നു. പക്ഷേ സന്ദർശക രജിസ്റ്റർ കണ്ടെത്താനായിട്ടില്ല. എങ്കിൽ ആ സന്ദർശക രജിസ്റ്ററിന് വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന റൂമിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പുറം കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ, സിദ്ദീഖ് അന്ന് ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ വിവരങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ യുവനടിയുടെ മൊഴിയിലുണ്ടായിരുന്നു. ആ മൊഴി പോലീസ് ക്രോസ് ചെക്ക് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നും മെസ്സിലെ വിവരങ്ങളിൽ നിന്നും ഒക്കെ ശേഖരിച്ചപ്പോൾ ആ റൂമിലേക്ക് സെർവ് ചെയ്തിരിക്കുന്ന ഫുഡ് അത് തന്നെയായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ. അതാണ് സാലി ഇതിനകത്ത് നിർണായകമായത്. സാലി സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് സിദ്ദീഖ് പോകുന്നു എന്ന് നിരീക്ഷിക്കപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്. കാരണം മറ്റുള്ള നടന്മാർക്കെതിരായി ഇത്തരത്തിലൊരു ആരോപണം എത്തിയുമ്പോൾ അവർക്ക് ലഭിച്ച നിയമപരമായ ഒരു താൽക്കാലിക ആനുകൂല്യം അല്ലെങ്കിൽ അവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ഒരു രീതി സിദ്ദീഖിൻ്റെ കാര്യത്തിലേക്ക് എത്താത്തത് കൃത്യമായി ഇതിനായി രൂപപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും മറ്റും ഒക്കെയുള്ള പരിശോധനകളുടെ കാര്യത്തിൽ ഈ പരാതിക്കാരി മുമ്പോട്ട് വെച്ച ആരോപണങ്ങൾക്ക് പ്രാഥമികമായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്കാണ്. അത് സാലി സൂചിപ്പിച്ചതുപോലെ മസ്കറ്റ് ഹോട്ടലിലെ രേഖകളടക്കം പരിശോധിക്കുമ്പോൾ ആ സമയത്ത് സിദ്ദീഖ് അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഈ പരാതിക്കാരിയും അവിടെ എത്തിയിരുന്നു, പറഞ്ഞിരുന്ന മറ്റ് സാഹചര്യങ്ങളൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുകയാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഈ ജാമ്യ ഹർജി തള്ളുന്നതിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയുടെ തുടക്കം തന്നെയാണ് സിദ്ദീഖിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നിരീക്ഷിക്കാം നമുക്ക്, അല്ലേ? അതായത് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ കോടതി പരിശോധിക്കുമ്പോൾ അത് 2-3 കാര്യങ്ങളാണ്. ആ ടൈം ഓഫ് ഒക്കറൻസിൽ, അതായത് കുറ്റകൃത്യം നടന്ന സമയത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ബെയിലബിൾ ആണോ,
നോൺ ബെയിലബിൾ ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. മറ്റൊന്ന്, ഇതിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്. മറ്റ് പല കേസുകളിലും 376 ബലാത്സംഗം പോലുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഈ മറ്റ് പല ആരോപണങ്ങളിലും പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കാരണം അവരുടെ മൊഴി അടിസ്ഥാനത്തിൽ FISൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇടുന്നതും വകുപ്പുകൾ തീരുമാനിക്കുന്നത്. അപ്പം പ്രഥമ വിവര മൊഴിയിൽ എന്ത് തരം കുറ്റകൃത്യമാണ് നടന്നത് എന്ന് ഇര ബോധ്യപ്പെടുത്തും. ആ ഇര പറയും. ആ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുക. അത് FIR ഇടുന്ന SHO മാരാണ് തീരുമാനിക്കുക. ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടൈമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ SITയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയും അതിലൊരു വകുപ്പ് ചേർക്കുകയും ചെയ്യുക. ആ വകുപ്പ് പ്രധാനപ്പെട്ടതാണ്. മറ്റ് പല കേസുകളിലും ഞാൻ പറഞ്ഞതുപോലെ വെയിലബിളായ വകുപ്പുകളായിരുന്നു. പക്ഷേ ഇതിൽ നടിയുടെ മൊഴി കൃത്യമായതുകൊണ്ടും നടി ഉന്നയിച്ച ആക്ഷേപം ഗുരുതരമായതുകൊണ്ടും ബലാത്സംഗം IPC 376 എന്ന് പറയുന്നത് ബലാത്സംഗ കുറ്റമാണ്. ആ ബലാത്സംഗ കുറ്റത്തിന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് മുൻകൂർ ജാമ്യം ലഭിക്കാവുന്നതല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ ഇളവ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അല്ലാത്ത ഒരു കേസുകളിലും ബലാത്സംഗ കുറ്റം ചുമത്തിയാൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി സിദ്ദീഖിൻ്റെ മുന്നിൽ മറ്റ് പോംവഴികളില്ല. ഹയർ കോടതികളെ സമീപിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായ അന്വേഷണ സംഘത്തിന് കീഴടങ്ങി ഈ നിയമവഴിയിലൂടെ സഞ്ചരിക്കുകയോ അല്ലാതെ മറ്റൊരു വഴി ഇനി സിദ്ദീഖിനില്ല. സിദ്ദീഖ് അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അജിംഷാദ്.